يا مجيب دعوة المضطر يا أرحم الراحمين كرم الله وجهه പടച്ചവനെ ഔദാര്യവാനായ റബ്ബായ ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ അല്ലാഹ് നീ ഞങ്ങളെ റബ്ബാണ് നീ ഞങ്ങളെ ഇല്ലായ്മയിൽ ഉണ്ടാക്കിയവനാണ് പടച്ചവനെ യാ അല്ലാഹ് നീ ഞങ്ങളുടെ എല്ലാ കാര്യത്തെ കുറിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നവനാണല്ലോ പടച്ചവൻ യാ അല്ലാഹ് നീ ഞങ്ങളെ ഇല്ലായ്മയിൽ ഉണ്ടാക്കി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നു അവയവങ്ങൾ നൽകി സൗന്ദര്യം നൽകി പടച്ചവന്റെ വിദ്യാഭ്യാസവും പടച്ചവനെ സാമ്പത്തിക അവസ്ഥയും നല്ല മാതാപിതാക്കൾ നല്ല ഭാര്യ മക്കൾ വരുമാന മാർഗങ്ങൾ വാഹനങ്ങൾ പടച്ചവനെ ആരോഗ്യം അന്തസ് അഭിമാനം അർഹതയില്ലാത്ത യോഗ്യത അതെല്ലാം നീ നൽകി രാത്രി വരെ കൊണ്ടെത്തിച്ചില്ല പടച്ചവനെ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചിട്ട് ഇതെല്ലാം ചെയ്തു തന്ന മസ്യനായ മുന്നയമായ ഉപകാരിയായ നിന്നോട് ഞങ്ങൾ എതിര് ചെയ്തു പോയല്ലോ നീ ഞങ്ങൾക്ക് നിരുപാധികം പുറത്തു തന്നെ ഞങ്ങളെ ഈ ആയുസ് ചെയ്ത് കൂട്ടിയത് മുഴുവനും ഇന്നത്തെ ഈ രാത്രിയിൽ പുറത്ത് തന്നെ പഠിച്ചു ഞങ്ങൾക്ക് അറിയില്ല ഇത് ഞങ്ങളുടെ റമദാന്റെ അവസാനത്തെ രാത്രിയാവണം അറിയില്ല റമദാൻ വന്നിട്ട് ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കപ്പെടാതെ പോയാൽ ജിബ്രീൽ അലൈഹിസ്സലാം അവർ നാശമായി പോകട്ടെ എന്ന് കേടായി പ്രാർത്ഥിച്ചപ്പോൾ മസ്ജിദ് നബിയുടെ മിമ്പറിൽ ഞങ്ങളെ പൊന്നാര നബി ആമി പറഞ്ഞല്ലോ ആ ദുആ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് അഭിപ്രായത്താസിന്റെ പഠിച്ചു ശരി ഞങ്ങളെ പൊറുക്കാതെ ഉടനെ പഠിച്ചവനെ നീ ഒരു നല്ല മാസം തന്നിരുന്ന് പഠിച്ചവനെ ഞങ്ങളുടെ ദുനിയാവിനോടുള്ള ആർത്തിന്റെ പേരിൽ അതിന്റെ പിന്നാലെ ഓടി ഒന്നും മുതലാക്കാൻ കഴിഞ്ഞില്ല പഠിച്ചവനെ കാണുന്ന ദുനിയാവിന്റെ പേരിൽ ഓടി കാണാത്ത ആഹ്റത്തെ മറന്നുപോയി പഠിച്ചവനെ ഏതായാലും ഈ അവസാനത്തെ നിമിഷത്തിലെങ്കിലും നിന്റെ പടിവാതിൽക്കൽ നിന്ന് കൈനീട്ടി യാചിക്കാണ് പഠിച്ചവനെ ഇത് ഖേദത്തോടെ കൈനീട്ടലാണ് പഠിച്ചവനെ ഇതൊരു പ്രഹസനല്ല പഠിച്ചവനെ ഞങ്ങൾ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ട് വന്നതുമല്ല പഠിച്ചവനെ സ്വന്തം ബോധത്തോടെ വന്നതാണ് പഠിച്ചവനെ നിന്റെ പടിവാതിൽക്കൽ കൈനീട്ടാണ് പഠിച്ചവനെ ഞങ്ങൾ മോശക്കാരാണെന്ന് ഞങ്ങൾക്കറിയാൻ പഠിച്ചവനെ ഒരു ഔദാര്യവാന്റെ മുന്നിലാണ് കൈനീട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ പഠിച്ചവനെ ഈ രാത്രി പുറത്തു തരണേ അല്ല പുറത്തു തരാതെ ഞങ്ങളെ മുന്നോട്ട് വിടല്ല പഠിച്ചവനെ ഞങ്ങളെ കൈകൾ മുഖത്ത് ചേരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പുറത്തു തരണേ പഠിച്ചവനെ ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് കയ്യും കണക്കുമില്ല പഠിച്ചവനെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ തിന്മയാണ് പഠിച്ചത് സ്കൂൾ കാലഘട്ടം കോളേജ് കാലഘട്ടം വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന് ശേഷം പഠിച്ചവനെ ഞങ്ങൾ ചെയ്തതൊന്നും കണക്കില്ല പഠിച്ചവനെ കുറ്റങ്ങളാണെന്ന് അറിഞ്ഞിട്ട് തിന്മ ചെയ്തവരാണ് പാപങ്ങളാണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനുവേണ്ടി യാത്ര ചെയ്തവരാണ് പഠിച്ചത് അതിനുവേണ്ടി കൂട്ടുകാരെ തയ്യാറാക്കിയവരാണ് പഠിച്ചത് അതിനുവേണ്ടി സമ്പത്ത് ചെലവാക്കിയവരാണ് പഠിച്ചത് അതൊക്കെ ഞങ്ങൾ ചെയ്ത കുറ്റാണ് ഞങ്ങൾക്ക് അറിയ പഠിച്ചവനെ ഒന്നൊഴിയാതെ നിന്റെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ പഠിച്ചവനെ പഠിച്ചവൻ എന്നാലും ഞങ്ങൾ ആരും കാണൂല എന്ന് വിചാരിച്ച് രാത്രിയുടെ ഇരുളുകളിൽ തിന്മ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പിടിപ്പിച്ച ഔദാര്യവാൻ നീ ആയിരുന്നു പഠിച്ചവനെ നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ മരിപ്പിക്കാമായിരുന്നു അങ്ങനെ ആ തിന്മയിൽ ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ ഈമാനില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ചത്തുപോയല്ലേ പഠിച്ചവനെ പക്ഷെ നിന്റെ ഔദാര്യം കൊണ്ട് ഈ മസ്ജിദിൽ എത്തിച്ചല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ തിന്മയുടെ പേരിൽ നീ മറയിട്ടല്ലോ പഠിച്ചവനെ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകളെക്കാളും ഞങ്ങളെ ഉമ്മ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ മോനെന്ന് വിളിക്കൂല പഠിച്ചവനെ ഞങ്ങളെ ഭാര്യ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ കൂടെ ഉണ്ടാവൂല പഠിച്ചവനെ ഞങ്ങളെ മക്കൾ അറിഞ്ഞിരുന്നെങ്കിൽ ഉപ്പാന്ന് ഞങ്ങളെ വിളിക്കൂല പഠിച്ചവനെ ഞങ്ങളെ കൂട്ടുകാരെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ കൂടെ ഉണ്ടാവൂല എന്ന് പഠിച്ചവനെ ഞങ്ങൾ അത്ര മോശക്കാരാണ് പഠിച്ചവനെ എന്നിട്ടും ഞങ്ങളുടെ മേൽ മറയിട്ട് ഞങ്ങളെ അന്തസ്സിനെ നിലനിർത്തി തന്നവൻ നീയാണ് പഠിച്ചവനെ അല്ലാഹുവേ നിന്റെ മുന്നിൽ യാചിക്കാണ് പഠിച്ചവനെ നിന്നെ പോലത്തെ ഔദാര്യവാന്റെ മുന്നിൽ യാചിക്കാണ് പഠിച്ചവനെ കുറ്റമേറ്റ് സമ്മതിക്കാണ് പഠിച്ചവനെ ഇത് ഞങ്ങളെ തൗബയായി അംഗീകരിക്കുക പഠിച്ചവനെ ഇനി ഒരു തൗബ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട പഠിച്ചവനെ തൗബയാണ് പഠിച്ചവനെ കുറ്റം സമ്മതിക്കാണ് പഠിച്ചവനെ നല്ലവരാണെന്ന് ഒരു അഭിപ്രായമില്ല പഠിച്ചവനെ അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ പുറത്തു തരണേ അല്ലാ ഈ കൂടെ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾക്കും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾക്കും ഉമ്മാന്റെ കുടുംബക്കാർക്കും ഉപ്പാന്റെ കുടുംബക്കാർക്കും ഭാര്യന്റെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും പുറത്തു തന്നാൽ നിന്റെ ഇസ്സത്തിന് ഒരു കുറവുണ്ടാവില്ലല്ലോ പഠിച്ചവനെ പുറത്തു തരണേ അല്ലാ
പ്രഖ്യാപിക്കും പഠിച്ചവനെ. നിനക്കൊരാളോട് അഭിപ്രായം ചോദിക്കാനില്ലല്ലോ, എന്താ അവൾക്കൊക്കെ പുറത്തു കൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. നീ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവാണല്ലോ പഠിച്ചവനെ. ഇന്ന് തീരുമാനിക്കും പഠിച്ചവനെ, ഇപ്പൊ തീരുമാനിക്കും പഠിച്ചവനെ. ഈ പാതിരാത്രി, രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞാൽ ഈ സമാ തുന്നി ആകാശത്തിന്റെ തൊട്ടുപോളിലെത്തല്ലോ. എന്നിട്ട് നീ ചോദിക്കണ്ടല്ലോ, ഹൽമിൻ മുസ്തഫിൻ ഹൽമിൻ സാഹിൽ, ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, കൊടുക്കുന്ന തേടുന്ന ആരെങ്കിലും ഉണ്ടോ? പഠിച്ചവനെ, നിന്റെ ഈ ഭവനത്തിൽ മുട്ടുമടക്കിയിരുന്ന് ഞങ്ങൾ പറയാണ്, അല്ലാ ഞങ്ങളുണ്ട് പഠിച്ചവനെ, ഞങ്ങൾ ചോദിക്കാനുണ്ട് പഠിച്ചവനെ, ഞങ്ങൾക്ക് പുറത്ത് തരണേ അല്ലാ. പുറത്ത് തരാതെ വിടല്ല പഠിച്ചവനെ. ഞങ്ങൾക്ക് ഇനി വേറെ അഭയകേന്ദ്രം ഇല്ല പഠിച്ചവനെ. ഞങ്ങൾക്ക് ഇനി വേറെ ആളെ മുന്നേ കൈനീട്ടാനില്ല പഠിച്ചവനെ. ഞങ്ങൾക്ക് ഏറ്റവും വലിയവന്റെ യജമാനന്റെ ദർബാറിന്റെ പണിയിലാണ് അല്ലാ. പുറത്തു തരണേ അല്ലാ. പുറത്തു തരാതെ നിൽക്കല്ല പഠിച്ചവനെ. ഞങ്ങളെ ഇനി കാത്തു നിൽക്കല്ല പഠിച്ചവനെ. അല്ലാഹു ജീവിതത്തിൽ ചെയ്ത മുഴുവൻ തിന്മകളെയും നീ നന്മകളാക്കി തരണേ പഠിച്ചവനെ. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്ന സൂറത്ത് ഫുർഖാനിൽ നീ ഞങ്ങളോട് പറഞ്ഞല്ലോ പഠിച്ചവനെ. ഒരു കൂട്ടരുണ്ട്, അവരെ തിന്മകളൊക്കെ ഞാൻ നന്മകളാക്കി കൊടുക്കും. അല്ലാ, അതിൽ ഞങ്ങളാക്കണേ പഠിച്ചവനെ. അതിൽ ഞങ്ങളാക്കണേ പഠിച്ചവനെ. അതിൽ ഞങ്ങളാക്കണേ പഠിച്ചവനെ. ഇത് ഞങ്ങളെ തൗബയായി അംഗീകരിക്കണേ പഠിച്ചവനെ. ഇത് ഞങ്ങളെ തൗബയായി അംഗീകരിക്കണേ അല്ല. ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കണേ അല്ല. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കണേ. ആരോഗ്യം, തഖ്വയും ഇൽമും ഒക്കെ നൽകണേ പഠിച്ചവനെ. മരിച്ചുപോയ ഞങ്ങളെ ഉമ്മണ്ട് പഠിച്ചവനെ. മരിച്ചുപോയ ഞങ്ങളെ വാപ്പണ്ട് പഠിച്ചവനെ. ഞങ്ങളെ വല്യപ്പാരും വല്യന്മാരുണ്ട് പഠിച്ചവനെ. അവരുടെ മാതാപിതാക്കളുണ്ട് പഠിച്ചവനെ. ഞങ്ങളെ ഉമ്മന്റെ കുടുംബക്കാരെ പലരും മരിച്ചവല്ല. ഞങ്ങളെ വാപ്പന്റെ കുടുംബക്കാര് പലരും മരിച്ചവല്ല. ഭാര്യന്റെ കുടുംബക്കാര് പലരും മരിച്ചവല്ല. ഞങ്ങളെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പല കുടുംബങ്ങളും മരിച്ചു പഠിച്ചവനെ. ഉസ്താദുമാർ ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത പലരും മരിച്ചു പഠിച്ചവനെ. അവരൊക്കെ കമ്പറിന്റെ അവസ്ഥ നിൽക്കറിയല്ലോ. 3 കഷ്ണം തൊടി പൊതിഞ്ഞ് അവരെ കവറിലാക്കി പെട്ടെന്ന് മരിച്ചവരാണ് പഠിച്ചവൻ. പലർക്കും തൗബ ചെയ്യാനും കൂടി അവസരം ഉണ്ടായിട്ടില്ല പഠിച്ചവൻ. ഈ രാത്രി ഞങ്ങൾ അവർക്ക് വേണ്ടി നിന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കുകയാണ് പഠിച്ചവൻ. നിരുപാധികം അവർക്ക് പുറത്തു കൊടുക്കണേ അല്ല. ഒരു ഉപാധി വെക്കല്ല പഠിച്ചവനെ. ഏതെങ്കിലും ഒരു ഖബറിൽ എന്തെങ്കിലും തിന്മയുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ മുബാറക്കായ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി കണ്ണീരൊലിപ്പിച്ച് ഞങ്ങൾ യാചിക്കാണ് പഠിച്ചവനെ. ആ മനുഷ്യനെ രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലല്ലോ പഠിച്ചവനെ. നീ നിന്റെ കരുണ ചൊരി പഠിച്ചവനെ. പുറത്തു കൊടുക്ക് പഠിച്ചവനെ. നീ അവരെ ഖബറിനെ സ്വർഗത്തോപ്പാക്കുന്ന സ്വർഗത്തിന്റെ പട്ടുകൾ വിരിച്ചു കൊടുക്ക് പഠിച്ചവനെ. സ്വർഗത്തിന്റെ സുഗന്ധങ്ങൾ അവരെ ഖബറിലേക്ക് ആക്കി പഠിച്ചവനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കണേ ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ അല്ല. ഞങ്ങളുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. അവര് മാതാപിതാക്കളെ കൂട്ടി ഞങ്ങളെ കൂടെ ജീവിക്കാണ് പഠിച്ചവനെ. പഠിച്ചവനെ, അവരോട് നീ കരുണ കാണിക്കണേ അല്ല. അവർക്ക് ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ പഠിച്ചവനെ. അവർക്ക് റാഹത്ത് നൽകണേ പഠിച്ചവനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരണേ പഠിച്ചവനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ മഹബത്തും ഉൽഫത്തും തരണേ പഠിച്ചവനെ. വഴക്കും വക്കാണവും കച്ചറയും പുലിമാരും ഒക്കെ ഒഴിവാക്കി താമസിച്ചവനെ. പരസ്പരം സ്നേഹിക്കാൻ തൗഫീഖ് നൽകണം. അവരെ ഞങ്ങളെ ദീനിന്റെ സഹായികളാക്കി തരണേ പഠിച്ചവനെ. അനുസരണയുള്ള ഭാര്യമാരാക്കി തരണേ പഠിച്ചവനെ. അനുസരണയുള്ള ഭാര്യമാരാക്കി തരണേ പഠിച്ചവനെ. അവരെ ഞങ്ങളെ സ്വർഗത്തിലെ ഇണകളാക്കി തരണേ പഠിച്ചവനെ. സ്വർഗത്തിലെ ഞങ്ങളെ ഇണകളാക്കി തരണേ പഠിച്ചവനെ. ഞങ്ങളെ മക്കളെ നീ കബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ മക്കളെ കബൂലാക്കണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളെ മക്കളെ കബൂലാക്കണേ പഠിച്ചവനെ. ഒരു പാവങ്ങളാണല്ലോ, ഒരു പാവങ്ങളാണല്ലോ. അവരെ നീ കബൂലാക്കണേ അല്ലാ. അവരെ ദീനിന്റെ ദായികളാക്കണേ പഠിച്ചവനെ. ആഫിദീങ്ങളും ആലിമീങ്ങളും ദായികളും ആക്കണേ പഠിച്ചവനെ. ഞങ്ങളെ വിവാഹം കഴിച്ച മക്കൾ അവരെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ പേരക്കുട്ടികളെ കബൂലാക്കണേ അല്ലാ. പറക്കം പറ്റാത്ത ഞങ്ങളെ മക്കളുണ്ട് പഠിച്ചവനെ. അവരെ നീ വളർത്തണേ പഠിച്ചവനെ. ദീനിലായി ഈമാനിലായി വളർത്തണേ പഠിച്ചവനെ. മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ പഠിച്ചവനെ. മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ പഠിച്ചവനെ. പഠിച്ചവനെ, ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും തരണേ. ദീർഘായുസ്സും ആഫിയത്തും തരണേ പഠിച്ചവനെ. ഞങ്ങളെ ഭാര്യമാർക്കും മക്കൾക്കും തരണേ പഠിച്ചവനെ. മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും തരണേ പഠിച്ചവനെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാക്കണേ. മരിക്കുന്നതിന് മുമ്പ് സുഖമായ തൗബയുള്ള ഭാഗ്യം തരണേ പഠിച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരണേ. ഒരുപാട് റമദാനിലെ പഠിച്ചവനെ ഇത്തിക്കാഫിരിക്കാനും ലൈലത്തുൽ ഖദ്ർ വാരിക്കൂട്ടാനൊക്കെ
അവസരം തന്നെ അല്ല, അവസരം തന്നെ അല്ല. ഇതൊരിക്കലും ജീവിതത്തിൽ അവസാനത്താക്കില്ല, അവസാനത്തതാക്കില്ല. എത്രയോ ആൾക്കാർ കഴിഞ്ഞ കല്ല് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്നവർ ആറടി മണ്ണിലാണല്ലോ. ഞങ്ങളൊക്കെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചത്? ഞങ്ങൾക്കറിയില്ല പഠിച്ചത്. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് പഠിച്ചത്. ഞങ്ങളെ നിരാശനാക്കില്ല. ഞങ്ങൾക്ക് ദീർഘായ സ്വാധീനം തന്നെ പഠിച്ചു. ഞങ്ങളെ മക്കളെ യതീമുകളാക്കില്ല പഠിച്ചു. മറ്റുള്ളവരുടെ തൊട്ടു നാണയങ്ങൾ വാങ്ങി ഞങ്ങളെ മക്കൾ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കല്ലേ പഠിച്ചു. ഞങ്ങളെ ഭാര്യ ഒരു വിധവയായി മറ്റുള്ളവരുടെ സഹായത്തെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ പഠിച്ചു. ഞങ്ങൾക്ക് ദീർഘായുസ് താമസിച്ചു, ആഫിയത്ത് താമസിച്ചു, ഈമാൻ താമസിച്ചു, യഖീൻ താമസിച്ചു, തവക്കുൽ താമസിച്ചു, സുഹൃത്തും ഖനാഅത്തും താമസിച്ചു, ഇസ്സത്തുള്ള കുടുംബജീവിതം താമസിച്ചു. ഈ തന്നതിന് ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. ഞങ്ങൾ വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല പഠിച്ചത്. ഈ തന്നതൊക്കെ നീ തന്നതാണ് പഠിച്ചത്. ഞങ്ങളതിന് നീ ബർക്കത്ത് ചെയ്യണം പഠിച്ചത്. ഉള്ളതിനെ നിലനിർത്തി തന്നെ പഠിച്ചത്. ഞങ്ങളുടെ സമ്പാദ്യ മാർഗങ്ങളെ നിലനിർത്തി തന്നെ പഠിച്ചത്. പൂർണ്ണമായി ഹലാലാക്കണേ പഠിച്ചത്. ഹറാമിന്റെ ചോയുള്ള ഒന്നും ഞങ്ങളിലേക്ക് തരരുതേ പഠിച്ചത്. ഒരു തുള്ളി വെള്ളമോ ഒരു മണി ആഹാരമോ ഒരു നൂല് വസ്ത്രമോ ഞങ്ങളിലേക്കോ ഞങ്ങളിലെ മക്കളിലേക്കോ ഭാര്യമാരിലേക്കോ ഒരാളിലേക്ക് ഞാൻ എത്തിക്കരുതേ പഠിച്ചത്. ഞങ്ങളറിയാതെ എന്തെങ്കിലും ഹറാമുകൾ ഞങ്ങളിൽ വന്നു ചേരുന്നെങ്കിൽ ഏറ്റവും ഹൈറായതിൽ പെട്ടെന്ന് തന്നെ അത് ഞങ്ങളിൽ ഒഴിവാക്കി തരണേ പഠിച്ചത്. അതിന് പകരം ഹലാലിന്റെ വഴികൾ നീ തുറന്നിരുന്നേ പഠിച്ചത്. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് പഠിച്ചത്. പലരും രോഗികളാണ് പഠിച്ചത്. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഊരവേദന, കാലുവേദന, മുട്ടുവേദന, പ്രഷർ, ഇതെല്ലാം രോഗങ്ങളാണ്. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ പഠിച്ചത്. എല്ലാവർക്കും നീ ശിഫ നൽകണേ പഠിച്ചത്. എന്താ ഞങ്ങളുമായി ബന്ധമുള്ള പലരും വലിയ വലിയ രോഗങ്ങളിലാണ്. ക്യാൻസർ ബാധിച്ചവർ, കിഡ്നി നഷ്ടപ്പെട്ടു പോയവർ, സ്ട്രോക്ക് ബാധിച്ചവർ, അപസ്മാരങ്ങളുള്ള മാനസിക രോഗമുള്ള ആൾക്കാർ, എന്തെല്ലാം രോഗങ്ങളിലാണ് ആളുകൾ പരീക്ഷിക്കപ്പെടുന്നത് പഠിച്ചത്. ഇപ്പോഴും ആളുകൾ ഹോസ്പിറ്റലുകളിലാണ് പഠിച്ചത്. ഞങ്ങൾ ലൈലത്തുൽ ഖദർ ആഗ്രഹിച്ച് മസ്ജിദിലാകുമ്പോൾ ആ പാവങ്ങൾ അവരുടെ ബന്ധുക്കളുടെ കൂടെ ഹോസ്പിറ്റലുകളിലാണ് പഠിച്ചത്. അവർക്കൊക്കെ നീ ശിഫ നൽകുന്നു, ശിഫ നൽകുന്നു. ഈ ഉമ്മത്തിനെ മാറാ രോഗങ്ങൾ നീ കാക്കണേ പഠിച്ചു. ഞങ്ങളെയൊന്നും മാറാത്ത രോഗത്തിട്ട് പരീക്ഷിക്കല്ല. താങ്ങാൻ കഴിയാത്തതൊന്നും തരല്ലേ പഠിച്ചവൻ. ഒരു പരീക്ഷിക്കാൻ പറ്റിയ ആൾക്കാരല്ല ഞങ്ങൾ പഠിച്ചവൻ. അമ്മ ഞങ്ങളെ ഈമാൻ ബലഹീനാണ്. ഞങ്ങളൊന്നും പരീക്ഷിക്കാൻ പറ്റൂലല്ലോ അമ്മ. ഞങ്ങളെ പരീക്ഷിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി വിട് പഠിച്ചവനെ. എന്നോട് ആരും ചോദ്യമൊന്നും ചെയ്യൂലല്ലോ പഠിച്ചവനെ. ഞങ്ങൾ ബലഹീനരാണ്. സഹാബാക്കൾ നബിതങ്ങളുടെ ശാസനങ്ങളെ കണ്ടവരാണ്. ആ പുന്നാര മുഖം കണ്ടു, ഞങ്ങളെ വിയർപ്പിന്റെ സുഗന്ധം ആസ്വദിച്ചു. ആ പ്രകാശിക്കുന്ന കണ്ണ് കണ്ടു. അവർ വഹിയിറങ്ങുന്നത് കണ്ടു. വഹിയിറങ്ങുമ്പോൾ തങ്ങളുടെ നെറ്റിത്തരത്തിലുള്ള വിയർപ്പ് കണങ്ങൾ അവർ കണ്ടു. പടച്ചവനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. മലക്കുകളെ അവർ കണ്ടു. പടച്ചവനെ അവർ മുബാറക്കായ വചനങ്ങൾ പുന്നാര നബിതങ്ങളുടെ നാവിൽ നിന്ന് അവർ നേരിട്ട് കേട്ടു. പടച്ചവനെ അവരെന്തെങ്കിലും നന്മ ചെയ്താൽ അവരേക്ക് വേണ്ടി ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങി അവരെ നബിതങ്ങളുടെ ശാസനങ്ങൾ അവർ സന്തോഷവാർത്ത അറിയിച്ചു. അവരിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ ഖുർആൻ വഴിയായി അവരെ തിരുത്തും. അതേപോലെ തന്നെ നബിതങ്ങളുടെ ശാസനം തങ്ങൾ അവരെ തിരുത്തും. പടച്ചവനെ ഇങ്ങനെ അവരുടെ ജീവിതം പരിശുദ്ധമായല്ലോ പടച്ചവനെ. ഞങ്ങളുടെ അവസ്ഥ എന്താണ് പടച്ചവനെ? നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു നബി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു പഠിച്ചവരാണ്. ഒരു അല്ലാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു പഠിച്ചവരാണ്. ഞങ്ങൾ ഖുർആൻ അങ്ങനെ കണ്ടിട്ടില്ല പഠിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഞങ്ങൾ കണ്ടിട്ടില്ല പഠിച്ചത്. ഞങ്ങളെ പുന്നാര ഹബീബിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. കണ്ട സഹാബാക്കളെ കണ്ടിട്ടില്ല. അവരെ കണ്ട താബീങ്ങളെ തബുത്താബീങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടതൊക്കെ എന്താ പഠിച്ചത്? ഞങ്ങളൊരു നന്മ ചെയ്താൽ അതിന് നല്ലതെന്ന് പറയാൻ ആളില്ല പഠിച്ചത്. ഇതെവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതുകൂടി ഇല്ലാതാക്കുന്ന ആൾക്കാരാണ് പഠിച്ചത്. ഞങ്ങളുടെ ചെറുപ്പക്കാരെ കയ്യിൽ ഒരു കാലത്ത് ഖുർആനും തസ്ബീഹും മിസ്വാഖുമായിരുന്നു. ഇന്ന് ഞങ്ങളെ ചെറുപ്പക്കാരുടെ കയ്യിൽ വാദ്യോപകരണങ്ങളും ഹറാമിന്റെ വസ്തുക്കളാണ് പഠിച്ചത്. ഒരു കാലത്ത് ഞങ്ങളെ സ്ത്രീകൾ എത്ര നല്ലവരായിരുന്നു. അവരെ കണ്ടിട്ട് മലക്കുകൾ പോലും ലജ്ജിച്ചിരുന്നല്ലോ. ഞങ്ങളെ സ്ത്രീകളെ കണ്ടാൽ, ഞങ്ങളെ ബസാറുകളിൽ ഞങ്ങളെ മക്കളെ കണ്ടാൽ പോലും ലജ്ജിച്ചു പോകും. പഠിച്ചവനെ ഇത് കണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. പഠിച്ചവനെ ഞങ്ങൾക്ക് പുറത്ത് താങ്ങ, ഞങ്ങൾക്ക് മാപ്പ് താങ്ങ.
ഞങ്ങളുടെ സാഹചര്യങ്ങളെ നന്നാക്കി താ പഠിച്ചവനെ. ദീനത്തിൽ ജീവിക്കാൻ പറ്റുന്ന മാഹോൽ ഉണ്ടാക്കി താ. ഞങ്ങളെ മക്കൾ ആ മാഹോലിലേക്ക് എത്തിക്ക് പഠിച്ചവനെ. ദീനിന്റെ മുബാറക്കായി പരിശ്രമം ചെയ്യുന്നവരായി ഞങ്ങളെ മക്കളെ ആക്കി പഠിച്ചവനെ. ഞങ്ങളെ പേരക്കുട്ടികളെ, ഞങ്ങളെ മക്കളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളെ മക്കളുടെ ഭാര്യമാരെ ആക്കി പഠിച്ചവനെ. ഞങ്ങളെ കുടുംബം ഇമാം മഹ്ദിയിലൂടെ, ഈസാ അലൈഹിസ്സലാമിലൂടെ ഖിയാമത്ത് നാൾ വരെ ദീൻ നിലനിൽക്കുള്ള പഠിച്ചവനെ. അതിലേക്ക് ഞങ്ങളെ തലമുറ തന്നെ ചേർക്കണേ പഠിച്ചവനെ. ദജ്ജാലിന്റെ ഫിത്നയെ കാക്കണേ പഠിച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഖബൂലാക്കണേ. നീ ഞങ്ങളെ ഖബൂലാക്കണേ പഠിച്ചവനെ. ഈ കൂടിയ പലരും കടക്കാരുണ്ട് പഠിച്ചവനെ. വലിയ വലിയ കടങ്ങളിൽ കുടുങ്ങി പഠിച്ചവനെ. ജീവിക്കാൻ സ്വസ്ഥതയില്ലാതെ കഴിയുന്നവരുണ്ട് പഠിച്ചവനെ. കടം പകലിന്റെ നിന്യതയാണല്ലോ പഠിച്ചവനെ. രാത്രിയുടെ അസ്വസ്ഥതയാണല്ലോ പഠിച്ചവനെ. നീ നിന്റെ ഖജനാവ് വറ്റാത്തതാണല്ലോ. ഈ കടം മുഴുവൻ പോയിട്ടാലും നിന്റെ ഖജനാവിൽ ഒരു കുറവും വരില്ലല്ലോ പഠിച്ചവനെ. അതിന് നീ മാർഗം ഉണ്ടാക്കണേ പഠിച്ചവനെ. അതിന് നീ മാർഗം ഉണ്ടാക്കണേ പഠിച്ചവനെ. വിവാഹപ്രായമായ യുവതികൾ, യുവാക്കൾ, എത്രയോ വിധവകൾ പഠിച്ചവനെ. അവർക്കൊക്കെ അനുയോജ്യരായ നല്ല ഇണകളെ നൽകണേ പഠിച്ചവനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ പഠിച്ചവനെ. സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ പഠിച്ചവനെ. എത്രയോ കുടുംബ ബന്ധങ്ങൾ അഞ്ചു കിടക്കാണ് പഠിച്ചവനെ. ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പയും പഠിച്ചവനെ, ജ്യേഷ്ഠനും അച്ഛനും സഹോദരനും അമ്മയും മക്കളും പഠിച്ചവനെ. എങ്ങനെ തുടങ്ങി എത്രയോ ബന്ധങ്ങൾ അഞ്ചു കിടക്കാണല്ലോ പഠിച്ചവനെ. ഹൃദയങ്ങളെ വിളക്കാൻ, ഹൃദയങ്ങളെ ചേർക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ പഠിച്ചവനെ. അറ്റുപോയ എല്ലാ ബന്ധങ്ങളെയും ചേർക്കണേ പഠിച്ചവനെ. ചേർക്കണേ പഠിച്ചവനെ. ഈ മുബാറക്കായ രാത്രിയിൽ നിന്നോട് കൈനീട്ടാണ് പഠിച്ചത്. നിന്റെ കുതിർത്തി ഇടപെടിപ്പിക്കണേ പഠിച്ചത്. എല്ലാ ബന്ധങ്ങളെയും ചേർക്കണേ പഠിച്ചത്. അല്ലാഹു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ പഠിച്ചത്. ഒരു വീട് മനുഷ്യന്റെ ആവശ്യമാണ് പഠിച്ചത്. എല്ലാവർക്കും വീട് നൽകണേ. വീടിന്റെ പണിയും മറ്റൊക്കെ നടക്കുന്നവരെ നീ സഹായിക്കണേ പഠിച്ചത്. രോഗികൾക്ക് ശമനം നൽകണേ പഠിച്ചത്. നീ തന്നതിൽ ബർക്കത്ത് ചെയ്യണേ പഠിച്ചത്. മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളെ മക്കളെ കൊടുക്കണേ പഠിച്ചത്. സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ പഠിച്ചത്. എന്തെല്ലാം പ്രയാസങ്ങളുടെ മനുഷ്യരാണ് നിന്റെ മുന്നിൽ കൈനീട്ടുന്നത് പഠിച്ചവരെ. അല്ലാഹുവേ, ഓരോരുത്തരെയും ഹൃദയം നിനക്കറിയില്ല പഠിച്ചത്. ഓരോരുത്തരെയും ഹൃദയം നിനക്കറിയില്ല പഠിച്ചത്. എന്തെല്ലാം നല്ല ആഗ്രഹങ്ങളുണ്ടോ അത് ഞങ്ങൾക്കും ഞങ്ങളുടെ ദീനിനും ഞങ്ങളുടെ ദുനിയാവിലൊക്കെ ഹൈറാണെങ്കിൽ ആഫിയത്തോടു കൂടി അത് നീ പൂർത്തിയാക്കി തരണേ പഠിച്ചത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം വേദനകൾ ഒരാളോടും അറിയിക്കാതെ ഹൃദയങ്ങളെ ഒതുക്കി കഴിയുന്ന മനുഷ്യരുണ്ടല്ലോ പഠിച്ചോനെ. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും നീ സന്തോഷങ്ങളാക്കി തരണേ പഠിച്ചോ. നീ വിചാരിച്ചാൽ നടക്കുമല്ലോ പഠിച്ചോനെ. എല്ലാ വിഷമങ്ങളും മാറ്റി തരണേ പഠിച്ചോ. എല്ലാ വിഷമങ്ങളും മാറ്റി തരണേ പഠിച്ചോ. ഖൈറിന്റെ എല്ലാ വാതിലുകളും നീ തുറന്നു തരണേ പഠിച്ചോ. ഷർറിന്റെ എല്ലാ വാതിലുകളും നീ കൊട്ടിയടക്കണേ പഠിച്ചോ. ഈ മസ്ജിദിനെ കബൂലാക്കണേ. മസ്ജിദുൽ ഹുദ എന്ന് പേര് വെക്കപ്പെട്ട പോലെ ഇതൊരു ഹിദായത്തിന്റെ കേന്ദ്രമായി നീ കബൂലാക്കണേ പഠിച്ചോ. ആര് കബൂലാക്കിയിട്ട് കാര്യമില്ലല്ലോ പഠിച്ചോനെ. നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. പഠിച്ചോനെ, ഇവിടെ വരുന്ന എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കണം. ഞങ്ങളൊക്കെ ഹിദായത്ത് ആഗ്രഹിച്ചു വന്നതാണ് പഠിച്ചോ. ഞങ്ങൾക്ക് ഹിദായത്ത് ഇല്ലാതെ മടക്കരുതേ പഠിച്ചോനെ. തൗബയില്ലാതെ മടക്കല്ലേ പഠിച്ചോനെ. പാപങ്ങൾ പുറത്തു തരാതെ മടക്കല്ലേ പഠിച്ചോനെ. എന്താ ഹിദായത്ത് തരണേ പഠിച്ചോനെ. ഇവിടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വരുന്ന ആൾക്കാരുണ്ട് പഠിച്ചോനെ. അവർക്കും ഹിദായത്ത് കൊടുക്കണേ പഠിച്ചോനെ. പുറത്തൂടെ പോകുമ്പോൾ ഇതിനെ നോക്കുന്നവരുണ്ട് പഠിച്ചോനെ. നല്ല കണ്ണുകൊണ്ട് നോക്കുന്നവർ അവർക്ക് ഹിദായത്ത് കൊടുക്കണേ പഠിച്ചോനെ. മോശമായ കണ്ണുകൊണ്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഹിദായത്ത് കൊടുക്കണേ പഠിച്ചോനെ. ഒരു മനുഷ്യനെ ശിക്ഷിച്ചോണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ലല്ലോ പഠിച്ചോനെ. നീ ഹിദായത്ത് കൊടുക്കണേ അല്ല, ഹിദായത്ത് ആമാക്കണേ പഠിച്ചോനെ. ഞങ്ങളുടെ കൂടെ എത്രയോ മനുഷ്യരുണ്ട് പഠിച്ചോനെ. അവർ ഞങ്ങൾ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നവരാണ് പഠിച്ചോനെ. ഞങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണ് പഠിച്ചോനെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ദുനിയാവിൽ കുറവുണ്ടായ ഓടി പൂർത്തിയാക്കി തരുന്നവരാണ് പഠിച്ചത്. പക്ഷെ അവർക്ക് ഇപ്പോഴും കരിമ കിട്ടിയിട്ടില്ല പഠിച്ചത്. അവർക്ക് ഇപ്പോഴും കരിമ കിട്ടിയിട്ടില്ല പഠിച്ചത്. ഞങ്ങളൊരു പ്രതീക്ഷയിലാണ് എന്തെങ്കിലും സ്വർഗത്തിൽ എത്തുന്നത്. പക്ഷെ ആ പാവങ്ങൾക്ക് എന്ത് പ്രതീക്ഷയല്ലേ പഠിച്ചത്. നീ കരിമനെ ആമാക്കണേ. മുഴുവൻ മനുഷ്യർക്ക് ഹിദായത്ത് കൊടുക്കണേ. ഭരണാധികാരികൾക്ക് ഹിദായത്ത് കൊടുക്കണേ പഠിച്ചത്. താത്സാലികൾ പൊളിച്ച പള്ളികൾ അവരെ മക്കളെ കൊണ്ട് നീ പുനരുദ്ധാരണം നടത്തിച്ചവരാണല്ലോ പഠിച്ചോനെ. ഇതേപോലെ ഇവർക്ക് ഹിദായത്ത് കൊടുക്കണേ പഠിച്ചോനെ. ഇവരെ കൊണ്ട് ഈ നാട്ടിൽ ഇസ്ലാമിക ഇസ്സത്ത് നൽകണേ പഠിച്ചോനെ. നിനക്കത് വിദൂരമായ കാര്യം തന്നെയല്ലോ പഠിച്ചോനെ. ഹൃദയങ്ങൾ നിന്റെ കയ്യിലാണല്ലോ പഠിച്ചോനെ. ഹിദായത്ത് ആമാക്കണേ പഠിച്ചോനെ. ഹിദായത്ത് ആമാക്കണേ പഠിച്ചോനെ. യാ അല്ലാഹ്, ഞങ്ങൾ റമദാനായി
മാസം കണ്ടു, തറാവിസ്കാരം തുടങ്ങി, പിറ്റേന്ന് നോമ്പ് വെച്ചു. അതിനിടയിൽ കുറെ ദിക്റും സലാത്തും ഖിയാമുല്ലയിലും നോമ്പ് തുറപ്പിക്കലും ദാനം ചെയ്യലും ഞങ്ങളോട് കയ്യിൽ നിന്ന് പുറത്തിലൊക്കെ ചെയ്ത് പഠിച്ചു. അതിലൊക്കെ ഇഖ്ലാസിന്റെ അളവ് നോക്കിയാൽ ഒന്നും എടുക്കാണ്ടാവില്ല. പഠിച്ചു ഒക്കെ വേസ്റ്റ് കൊട്ടേക്ക് തള്ളേണ്ടി വരും. പഠിച്ചു ഞങ്ങളൊരു ഔദാര്യമാന്റെ മുന്നിലാണല്ലോ. നിനക്ക് ഇപ്പം തന്നെ തീരുമാനം എടുക്കല്ലോ. പഠിച്ചു നിങ്ങൾ എല്ലാ അമലും സ്വീകരിച്ചു. അങ്ങനെ പറഞ്ഞാൽ ആരാ ചോദിക്കേണ്ടത്? ആരും ചോദിക്കൂലല്ലോ. പഠിച്ചവനെ സ്വീകരിക്കണേ എന്താ? ഞങ്ങൾക്കറിയാം ഞങ്ങളെ തറവിസ്കാരം സ്വീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളെ ഖിയാമുല്ലയിൽ സ്വീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ ബാക്കി അമലുകളിലൊന്നും ഒരു പ്രതീക്ഷയില്ല. പഠിച്ചത് കാരണം ഞങ്ങളെ ചിന്തകളും അവസ്ഥകളൊക്കെ എവിടെയാണ്. പഠിച്ചത് എന്നാലും ഒരു ആഗ്രഹത്തിന്റെ പേരിൽ നിന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല പണി ഒഴിവാക്കിയെടുത്ത് വുളൂ ചെയ്ത് വന്ന് നിന്നല്ലോ. പഠിച്ചവനെ അതിനേക്കാൾ അപ്പുറത്തും ചോദിക്കാനില്ല. പഠിച്ചത് ആ നൃത്തത്തെങ്കിലും സ്വീകരിക്കാത്ത ഞങ്ങളെ സുജൂദിന് റുക്കൂനും കുനിഞ്ഞയും ഞങ്ങൾ കുനിയുകയും സുജൂദുകയും ചെയ്തല്ലോ. പഠിച്ചവനെ അതിനെ നീ സ്വീകരിക്കണേ. അല്ല ക്വാളിറ്റി പറഞ്ഞോ വേണ്ടേ തീരുമാനിക്കുന്നത് നീ മാത്രമാണല്ലോ. പഠിച്ചവനെ മലക്കുകൾക്ക് പോലും അതിന് അധികാരമില്ലല്ലോ. പഠിച്ചവനെ ഞങ്ങളെ മുഴുവൻ അമലുകളും പഠിച്ചവനെ നീ സ്വീകരിക്കണേ. ഒന്നും പാഴാക്കണേ. നീ എങ്ങാനും ഞങ്ങളെ കൈയൊഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ വലിയ നഷ്ടപോലെ ആരാണ്ടായി. പഠിച്ചവനെ അല്ലാഹു സ്വീകരിക്കണേ. സ്വീകരിക്കണേ. ഞങ്ങൾക്ക് ജന്നത്തിൽ ഫിർദൗസ് സ്ഥലം തരണേ. പഠിച്ചു സ്വർഗ്ഗത്തിൽ ചോദിക്കാൻ ഞങ്ങൾ ആൾക്കാരല്ല. പഠിച്ചു ശരീരത്തിന്റെ ശാസ്ത്രങ്ങൾ ചോദിക്കാൻ പറഞ്ഞോണ്ട് ചോദിക്കാതെ. പഠിച്ചു നീ തരാൻ കഴിവുള്ളവനാണ്. പഠിച്ചത് ഞങ്ങൾ ചോദിക്കാൻ അധികാരമില്ലെങ്കിൽ നിനക്ക് തരാൻ പറ്റുമല്ലോ. പഠിച്ചത് ഏത് അക്രമിക്കും കൊടുക്കാൻ പറ്റുമെന്നാണ് നീയാണല്ലോ. പഠിച്ചത് ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ. പഠിച്ചത് സ്വർഗം തരണേ. പഠിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെയും കൂട്ടുകുടുംബങ്ങളെ ഒക്കെ ജന്നത്തിൽ ഫിർദൗസിലാക്കണേ. പഠിച്ചു ഒരുപാട് മനുഷ്യർ പഠിച്ചവൻ ഞങ്ങൾ ഒറ്റ കുത്തുകളൊക്കെ പഠിച്ചവൻ അവരുടെ ദുഃഖങ്ങൾ പറയേണ്ടി. പഠിച്ചവൻ പലരും രോഗികളാണ്. പഠിച്ചവൻ ചെറിയ കുട്ടികൾ പലരും രോഗികളായി വലിയ വലിയ രോഗങ്ങളിൽ കഴിയുന്നല്ലോ. പഠിച്ചവൻ പലരുടെ മാതാപിതാക്കളുടെ പലരും കടത്തിലാണ്. പല അവസ്ഥകൾ അതൊക്കെ ഒരു പ്രതീക്ഷന്റെ പുറത്ത് പറയേണ്ടി. പഠിച്ചവൻ ഞങ്ങളെ പറ്റി ഒരു കാര്യമില്ല. പഠിച്ചവൻ പക്ഷെ ഒരു വലിയ പ്രതീക്ഷ പറഞ്ഞതാണ്. ഈ രാത്രി ഞങ്ങൾ നിന്റെ മുന്നിൽ കൈനീട്ടാൻ. പഠിച്ചവൻ ആരെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവണ്ട് വസിയത്തിലുണ്ടോ അവരുടെ മുഴുവൻ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഖൈറാനയിൽ പൂർത്തിയാക്കണേ. പഠിച്ചു അവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ. പഠിച്ചു എല്ലാവർക്കും പുറത്തു കൊടുക്കണേ. പഠിച്ചു ഈ കൂടി ആരും പാഴാക്കല്ലേ. പഠിച്ചു അപ്പൊ ആരും പാഴാക്കല്ലേ. പഠിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്ത് തരണേ. പഠിച്ചു ഞങ്ങൾക്ക് ഖൈറ് തരണേ. പഠിച്ചു ഈ ഉമ്മത്തിനെ ഈമാനിൽ ഒന്നിപ്പിക്കണേ. പഠിച്ചു ദീനിന്റെ കാര്യത്തിൽ ഒന്നിപ്പിക്കണേ. പഠിച്ചു ഉമ്മത്ത് ചിന്ന ചിന്ന ഭിന്നങ്ങളാകണം. പഠിച്ചു ഒന്നിക്കേണ്ട സമയത്ത് ഭിന്നങ്ങളാകണം. പഠിച്ചു ഈ ഉമ്മത്തിന്റെ വലമാക്കളെ നന്നാക്കണേ. പഠിച്ചു ഉമ്മത്തിന്റെ വലമാക്കളെ ചേർക്കണേ. പഠിച്ചു ഉമ്മത്തിന്റെ ഉമ്മറാക്കളെ ചേർക്കണേ. പഠിച്ചു എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ. ഈ ഉമ്മത്തിലെ വലമാക്കൾക്കും ഉമ്മറാക്കളുടെയും ഇസ്സത്തിനെ നീ കാക്കണേ. പഠിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ വിചിച്ചിട്ടപ്പെടുന്ന ഉണ്ടാക്കല്ലേ. പഠിച്ചു അല്ലാഹുവേ നിങ്ങളെ കബൂലാക്കണേ. പഠിച്ചവനെ മസ്ജിദിനെ കബൂലാക്കണേ. ഇവിടുത്തെ മദ്രസയെ കബൂലാക്കണേ. പഠിച്ചവനെ ഇവിടുത്തെ മക്കളെ ഈ ഉഖ്റവിയായ ആഫിലുകളും അലിമീങ്ങളും അങ്ങനെ പഠിച്ചു ദായികളാക്കണേ. പഠിച്ചവനെ ഒരു കുട്ടിനെയും പാഴാക്കല്ലേ. പഠിച്ചു ഒരു മാതാപിതാക്കളെയും കുടുംബത്തിനെയും പാഴാക്കല്ലേ. പഠിച്ചു ഹലാലായ സമ്പാദ്യം കൊണ്ട് ഇതിന്റെ കാര്യങ്ങളിൽ നീ നടത്തണേ. പഠിച്ചു ഇതിനുവേണ്ടി ഒരുപാട് സമ്പാദ്യം ചെലവാക്കിയ ആൾക്കാരുണ്ട്. പഠിച്ചു അവരെ മക്കൾക്കും അവരെ ഭാര്യമാർക്കും കൊടുക്കേണ്ടത് പഠിച്ചവനെ നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഈ മസ്ജിദിന്റെ പേരിൽ ചെലവാക്കിയിട്ടുണ്ട്. പഠിച്ചു കുറെ ആൾക്കാർ മരിച്ചു ഖബറുകളിലെത്തി. അവർക്ക് ഇവിടെ നടക്കുന്ന മുഴുവൻ അമലുകളും രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ മക്കളുടെ ഖുർആന്റെ തിലാവത്തുണ്ടാവും. കുട്ടികൾ മാറി മാറി ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രശ്വനെ ജമാഅത്തുകളുടെ വരവുകൾ അവരുടെ നിസ്കാരങ്ങൾ പ്രശ്വനെ ഇത്തികാഫുകൾ എന്തെല്ലാം നന്മകൾ ഇതൊക്കെ അവരുടെ ഖബറുകളിലേക്ക് സമുദ്രങ്ങളിലേക്ക് നദികൾ ഒഴുകുന്ന പോലെ നീ ഒഴുക്കി വിടണേ. പഠിച്ചവനെ ഞങ്ങൾക്കും ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും ഇത് വലിയൊരു ഖൈറിന്റെ മാർഗാക്കണേ. പഠിച്ചു ഒരു ഖൈറിന്റെ മാർഗാക്കണേ. പഠിച്ചു ഖൈറിന്റെ വഴികൾ ഞങ്ങളിലേക്ക് തുറക്കണേ. പഠിച്ചു ഞങ്ങളെ സമ്പത്തും കഴിവും യോഗ്യതകളൊക്കെ ഇതിന്റെ പിന്നിൽ ചെലവഴിച്ച് ഞങ്ങൾ ആഹ്റത്തിലെത്തുന്നു സന്തോഷിക്കുന്ന ഭാഗ്യവാന്മാരെ നീ ഞങ്ങളെ എല്ലാവരും ആക്കണേ. പഠിച്ചു ഞങ്ങളെ കബൂലാക്കണേ. പഠിച്ചു ഒരിക്കലും ഞങ്ങളെ പാഴാക്കരുതേ. പഠിച്ചു ഒരിക്കലും ഞങ്ങളെ പാഴാക്കല്ലേ. പഠിച്ചവനെ റമദാനിന് ശേഷം റമദാനുള്ള ചൈതന്യത്തോടു കൂടി ആ ഈമാനികമായ അവസ്ഥ മസ്ജിദിലെ കഴിഞ്ഞുകൊടുക്കൽ ഖുർആന്റെ തിലാവത്ത് ദാനധർമ്മങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് നിലനിർത്തി പോവാൻ തൗഫീഖ് ചെയ്യണേ. പഠിച്ചു
ഈ റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ ഈ മസ്ജിദിന് എന്ത് ആവശ്യം പറഞ്ഞാലും ഇതിനെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പഠിച്ചു. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ തടി കൊണ്ടാണെങ്കിൽ തടി, സമ്പത്താണെങ്കിൽ സമ്പത്ത്, എന്തുവാണെങ്കിലും തരുന്ന കുറെ ചെറുപ്പക്കാർ, കുറെ പ്രായമുള്ള ആൾക്കാർ, കുറെ കുട്ടികൾ, അവരെല്ലാവരും ഈ കബൂലാക്കിനെ പഠിച്ചു. റമദാൻ 1 മുതൽ ഇതെല്ലാം ഹിദ്മത്തുകൾ വരുന്നവർക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ, ചായ ഉണ്ടാക്കൽ, പഠിച്ചവനെ ഭക്ഷണം ഉണ്ടാക്കൽ, വെള്ളം എത്തിക്കൽ, പഠിച്ചവനെ ഇതൊക്കെയാണ് ഉള്ളത്. ഓരോരുത്തർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പഠിച്ചവനെ. അതെല്ലാം കാണുന്നല്ലോ. അവിടെ എത്ര ആൾക്കാർ നോമ്പ് വന്നിട്ടുണ്ടോ, എത്ര ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടോ, അതിനൊക്കെ കൂലി അവർക്ക് നീ നൽകണേ. അവരെ ദുനിയാവിൽ നീ മുഖം കെടുത്തരുതേ പഠിച്ചു. അവരെ നീ ഇസ്സത്തിലാക്കണേ. ഓരോ തലമുറകൾക്ക് ഹൈറ് നൽകണേ. ദീനിന്റെ ദായികളാക്കണേ പഠിച്ചു. ഇതിന്റെ ഹക്കിൽ നീ ഞങ്ങളെ മഖബൂലികളാക്കണേ പഠിച്ചു. ഉസ്താദുമാരെ ഖബൂലാക്കണേ, ഉസ്താദുമാരെ ഖബൂലാക്കണേ. പാവങ്ങൾ പഠിച്ചു എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യും. അതൊക്കെ നീ ഖബൂലാക്കണേ. ഓരോ ത്യാഗങ്ങളും അവസ്ഥകളൊന്നും ഞങ്ങൾ അറിയില്ലല്ലോ പഠിച്ചു. ഞങ്ങൾക്ക് ആഖിറ ഉണ്ടാവാൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാവാൻ എന്തെല്ലാം പണിയെടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ പഠിച്ചു. ഓരോ ഭാര്യമാർക്കും മക്കൾക്കൊക്കെ നീ ചെയ്ത് ചൊല്ലില്ലേ പഠിച്ചു. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ. പഠിച്ചവനെ ഞങ്ങളെ സ്വീകരിക്കണേ. ഇത് അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാഹുവേ, അവസാനത്തെ റമദാനാക്കല്ലേ അവസാനത്തെ റമദാനാക്കല്ലേ. ഞങ്ങൾ ആഗ്രഹമാണ് പഠിച്ചവരെ എല്ലാം വീണ്ടും റമദാനിൽ ആഫിയത്തോടെ വാദ്യം തോൽപ്പിക്കുകയാണ്. ആഫിയത്തോടെ വാദ്യം തോൽപ്പിക്കുകയാണ്. പഠിച്ചവനെ കബൂലാക്കണേ. ഈ കൂട്ടത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അമൽ ചെയ്ത് ആരെങ്കിലും ഇല്ലായിരിക്കില്ലല്ലോ പഠിച്ചവനെ. ഇവിടുന്ന് പോകുന്ന അടിമകളാണല്ലോ. ഹാഫികളുണ്ട്, ആലിമികളുണ്ട്, ദായികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. എല്ലാ പാപം ചെയ്യാൻ അവസരങ്ങളേറ്റും പാപം ചെയ്യാത്ത ചെറുപ്പക്കാരുണ്ട് പഠിച്ചവൻ. വൃദ്ധന്മാരുടെ ഇസ്ലാമിയത്തിനായി നേർച്ചവർ, ചെറിയ മക്കളുണ്ട് പഠിച്ചവനെ. ഇതിൽ ഓടിക്കാണിച്ചാൽ നടക്കുന്ന മക്കൾ പാഴാക്കല്ലേ. അവരാരെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവുമല്ലോ പഠിച്ചവനെ. ആ നന്മ ഓർത്ത് ഞങ്ങളെ ദുആ ഖബൂലാക്കണേ. കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളോട് പോടാന്ന് പറയില്ല, പോടാന്ന് പറയില്ല അല്ലാ. പഠിച്ചവനെ പോടാന്ന് പറയില്ല. നീ സ്വീകരിക്കാതെ വിടല്ല പഠിച്ചവൻ. നീ സ്വീകരിച്ചില്ലെങ്കിൽ എന്തായാലും നീ സ്വീകരിക്കണം പഠിച്ചവനെ. നീ അല്ലാതെ ആര് സ്വീകരിക്കാനാണ് പഠിച്ചവനെ. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ. ഞങ്ങളെ കണ്ണുനീർത്തുള്ളികളെ സത്യമാക്കി പഠിച്ചവനെ, സത്യമാക്കി പഠിച്ചവനെ. ഇനി ഒരു കൈനീട്ടലുണ്ടാവുമെന്ന് അറിയില്ല പഠിച്ചവനെ. ഇനി ഒരു രാത്രി റമദാനുണ്ടെന്ന് അറിയില്ല പഠിച്ചവനെ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ഞങ്ങളെ ദുആ നിർത്തുകയാണ് പഠിച്ചവനെ. ഞങ്ങളെ കൈ മുഖത്ത് ചേരുന്നതിന് മുമ്പ് ഈ കൂടെ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും ഉമ്മത്തെ മുഹമ്മദിയേക്കും മുഴുവനായി ഈ രാത്രി പുറത്തതായി നീ പ്രഖ്യാപിക്കുക പഠിച്ചവനെ. ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായ അല്ലാഹുവേ, കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين.